ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവി ആനന്ദിൻ്റെ പുറകെ കാലി പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്, എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന്. പക്ഷേ ആനന്ദ് അതൊന്നും കേൾക്കുന്നില്ല. ആനന്ദ് പറയുകയാണ്, എനിക്ക് നിന്നിലുള്ള വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് ആ പഴയ സ്നേഹമല്ല വരുന്നത്. ഞാൻ ചതിക്കപ്പെട്ടു പോയി. എന്നെ കൂടെ നിന്ന് നീ എന്നെ ചതിച്ചില്ലേ, നീ ഒരു വഞ്ചകയായിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് നിന്നെ തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ദേവി എന്ന് പറയുമ്പോൾ ദേവി അന്തം വിട്ട് പോവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇല്ല എന്നും കൂടെ പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോവുക. പക്ഷേ ആനന്ദ് പോയ വഴിക്ക് തന്നെ ദേവി തലകറങ്ങി വീഴാണ്. ആ സമയത്ത് നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടെ ദേവിയെ താങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ദേവി നടന്ന് വിളിക്കുകയാണ്. തലകറങ്ങി വീഴുന്നതൊക്കെ ആനന്ദ് കാണുകയും ചെയ്തിട്ടുണ്ട്. ആനന്ദ് അവിടുന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന വഴി മൊത്തത്തിൽ ആനന്ദ് ആലോചിക്കുന്നത് തുടക്കം മുതൽ ദേവിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതും അവിടുന്ന് ഇവിടെ വരെയുള്ള ജീവിതം ഓർത്ത് അടക്കാട്ടോ. അപ്പോൾ ദേവി അതിനിടയ്ക്ക് തലകറങ്ങി വീണ കാര്യം മനസ്സിലേക്ക് ഓടി വരുവാണ്. അവൾ എന്നെ തിരിച്ച് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നുള്ളൊരു തോന്നൽ വഴിയിൽ വെച്ച് ആനന്ദിനുണ്ടാവുക കേട്ടോ. അങ്ങനെ ആനന്ദ് തിരിഞ്ഞു പോകണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ്. ആകെ ധർമ്മസങ്കടത്തിലായി. ദേവിയെ വിളിക്കണോ വേണ്ടേ, ഈ കാര്യങ്ങൾ അച്ഛനോട് തുറന്നു പറയണോ, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ എന്നൊക്കെ. അങ്ങനെ വീട്ടിലേക്ക് ആനന്ദ് നേരെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ദേവി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഗോമതിയൊക്കെ ചോദിക്കുകയാണ്, എന്തിയെ ദേവി ഇതുവരെ വന്നില്ലേ എന്താന്നൊക്കെ. അപ്പോൾ ആനന്ദ് പറഞ്ഞ അവളുടെ വീട്ടിലാണ്, ഞാൻ കൊണ്ട് വിട്ടിട്ടാണ് വന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറയാം. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ദേവി ഗോമതിയും ബാക്കിയുള്ളവരും ബാലനും ഒക്കെ അന്തം വിടുവാണ് കേട്ടോ. അതുപോലെ ബാലൻ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഈ ഉദയഭാനു സാറിനെ കുറിച്ച് മോശം അഭിപ്രായമായിരുന്നു ആര്യൻ തുടക്കം മുതലേ പറഞ്ഞിരുന്നത്. ആര്യനും ബാലനും തമ്മിൽ അന്നത്തെ ദിവസം ചെറിയ പിണക്കങ്ങളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുശുമ്പ് കൊണ്ടാണടാ നീ ഇതൊക്കെ പറയുന്നതെന്ന് ബാലൻ പറയാം. എൻ്റെ മൂത്ത മകന് നല്ലൊരു ജീവിതം കിട്ടുന്നത് നിനക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ എന്തായാലും അവസാനം ഗോമതിയോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മകന് അസൂയാണെന്ന്. അതുവരെ ബാലൻ അവിടെ ഇരുന്ന് ഓർത്തെടുക്കാട്ടോ. അങ്ങനെ ആര്യൻ അതൊക്കെ അന്ന് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. പക്ഷേ ആര്യൻ എല്ലാ കാര്യവും ആകാശിനോടും ധർമ്മനോടും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനന്ദേട്ടന് അത് വിഷമാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞതെന്ന് അന്നത്തെ സമയം ആര്യൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഒരാളിനൊരു സംശയം വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട കടമയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആകാശിനെയും ധർമ്മനെയും കൂടെ അന്ന് ബാലൻ പറഞ്ഞു വിട്ടിരുന്നു, ഈ ഉദയഭാനു ആരാ എന്താന്നൊക്കെ അന്വേഷിക്കാൻ. ഉദയഭാനു തന്നെ പതിയെ അവരെ വഴിതിരിച്ച് വിടുകയാണ് അന്ന് ചെയ്തത്. അതേപടി ബാലനോട് വന്ന് ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഉദയഭാനു നല്ലൊരാളാണെന്നും അച്ഛൻ പറയുന്നത് തന്നെയാണ് ശരി, ആര്യം പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിച്ചു. ഇന്ന് അതെല്ലാം ഓർത്തെടുത്തിട്ട് ബാലൻ മനസ്സിലാലോചിക്കുകയാണ്, ആര്യ എൻ്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ ഒരുപാട് അവിശ്വസിച്ചു, നീ പറഞ്ഞതായിരുന്നു ശരി. ഇപ്പോൾ ഞാനാകെ അബദ്ധം പറ്റി. ഇപ്പോൾ നശിക്കപ്പെട്ടത് എൻ്റെ മൂത്ത മകൻ്റെ ജീവിതമാണല്ലോ, ഇതിനെങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നും പറഞ്ഞ് ബാലനാകെ മനസ്സ് തകർന്ന് ദേവമംഗലത്തേക്ക് ചെന്ന് കയറും കേട്ടോ. ദേവിയാണെങ്കിൽ വീട്ടിൽ ആനന്ദ് പിണങ്ങിപ്പോയതിൻ്റെ വിഷമത്തിൽ ആഹാരവും കഴിക്കാതെ ഒന്നുമില്ല അതങ്ങ് ഇരിക്കുക, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആഹാരവും വെള്ളവും ഒക്കെ ശ്രീകല കൊണ്ട് അടുത്ത് വെച്ച് കൊടുത്തിട്ടും ദേവി അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പം ശ്രീകല വഴക്ക് പറയുന്നുണ്ട്, എന്താടി പെണ്ണെ ഇതൊക്കെ കണ്ടും കേട്ടിട്ട് നീ ഇങ്ങനെ ആഹാരം കൂടെ കഴിക്കാതെ പട്ടിണി കിടന്നാൽ ചത്തു പോകത്തില്ലെന്ന് പറയാം. പോട്ടെ, ഞാൻ ചത്തു പോകട്ടെ, അതിനിപ്പം നിങ്ങൾക്ക് എന്താ, നിങ്ങൾ രണ്ടുപേരും കൂടെ വരുത്തി വെച്ച വേന അനുഭവിക്കുന്നത് ഞാൻ ഒരുത്തിയല്ലേ, എന്നിട്ട് വന്നേക്കുന്നു കുടിക്കാനും തിന്നാനും തരാനായിട്ട്, വേണ്ടിപ്പോകരുത് എന്നോട് എന്നും പറഞ്ഞ് അമ്മയോടും അച്ഛനോടും കയർക്കുന്നുണ്ട് കേട്ടോ ദേവി. അത് കഴിഞ്ഞിട്ട് ഉദയഭാനുവിനോട് പോയി പറയുന്നുണ്ട്, അച്ഛാ ബാലച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഏത് നിമിഷം വേണമെങ്കിലും വരും, നിങ്ങളെ അന്വേഷിച്ച് കരുതിയിരുന്നോ. ഇനി ആ സമയം വരെ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ആയുസോടു കൂടി ഇത് ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം എന്തായി തീരുമെന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര കാലം കള്ളത്തരവും എന്തെല്ലാം മറ്റേ നുണകളും പറഞ്ഞ് ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ, നിങ്ങൾ എന്നെയും കൂടി ഇവിടെ കൊണ്ടെത്തിച്ചില്ലേ, എനിക്ക് നല്ലത് വരണമെന്നും പറഞ്ഞ് കൊണ്ടെത്തിച്ചിട്ട് എൻ്റെ ജീവിതം ഇവിടം വരെ കൊണ്ടെത്തിച്ച് എൻ്റെ ആനന്ദേട്ടൻ എന്നെ വിട്ടുപോയി, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായല്ലോ അല്ലേ, ബാലച്ചൻ്റെ വരവും കാത്തിരുന്നോ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനുവിനെ ശരിക്കും പേടിപ്പിക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി നാളെ വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.